രാഷ്ട്രീയം എല്ലാവർക്കും ആവാം, അതിനകത്ത് യാതൊരു രണ്ടഭിപ്രായം ഇല്ല. പ്രത്യേകിച്ച് ഇലക്ഷൻ സമയമാണ്, അപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള കാര്യങ്ങൾ നടക്കട്ടെ, അതിനൊന്നും ഒരു തടസ്സമില്ല. പക്ഷെ രാഷ്ട്രീയത്തിന്റെ അപ്പുറം രാഷ്ട്ര താല്പര്യം ഉണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം, എപ്പോഴും മനസ്സിലാക്കണം. കാരണം ഈ ഇലക്ഷൻസ് വരും പോവും, ഗവൺമെന്റ്സ് വരും പോവും, പക്ഷെ നമ്മളെ ഈ രാഷ്ട്രം എപ്പോഴും ഇവിടെ തന്നെ കാണണം. അതുപോലെ തന്നെ ആ രാഷ്ട്രം അവിടെ കാണണമെങ്കിൽ രാഷ്ട്രത്തിന്റെ സൈന്യം എപ്പോഴും ഇവിടെ ശക്തമായിട്ട് തന്നെ കാണണം. അപ്പൊ സൈന്യം ചെയ്ത ഒരു നടപടിയെ 5 വർഷം കഴിഞ്ഞിട്ടും വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുന്നത് തീർച്ചയായിട്ടും അതൊരു നല്ല ഒരു രീതി അല്ല. കാരണം ഈ ഒരു പുൽവാമ അറ്റാക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് അതിന്റെ ചെയ്തു എന്ന് പറഞ്ഞത് വായുസേനയുടെ ചീഫായ എയർ ചീഫ് മാർഷൽ ധനുവയാണ്, വേറെ ആരുമല്ല. എയർ ചീഫ് മാർഷൽ എന്ന് പറഞ്ഞാൽ വായുസേനയിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ഓഫീസറാണ് ഈ എയർ ചീഫ് മാർഷൽ എന്ന് പറഞ്ഞത്. ആ എയർ ചീഫ് മാർഷൽ ധനുവയാണ് പ്രസ് മീറ്റ് നടത്തി അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഒരു എയർ സ്ട്രൈക്ക് നടത്തി, അതിന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ടാർഗറ്റ്സ് ഉണ്ടായിരുന്നു, ആ ടാർഗറ്റ് ഞങ്ങൾ ബോംബ് ചെയ്തു, അതിന് ഏതൊക്കെ രീതിയിൽ അതിനകത്ത് തന്നെ ഡിസ്ട്രോയ് ചെയ്തിട്ടുള്ള ആ രീതിയിലുള്ള ആ ഒബ്ജക്റ്റീവ്സ് ഞങ്ങൾ അച്ചീവ് ചെയ്തു എന്ന് എയർ ചീഫ് മാർഷൽ ധനുവയാണ് പറഞ്ഞത്. 42 വർഷം സൈന്യ ജീവിതത്തിൽ ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പം എയർ ചീഫ് മാർഷൽ പോലെ പറയുന്ന ഒരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നിട്ടും നമ്മൾ ചോദിക്കുകയാണ് എവിടാണ് തെളിവ്, ചെയ്തോ ഇല്ലയോ എന്ന് ചോദിക്കുന്നത് തീർച്ചയായിട്ടും ഒരു സൈനികൻ ആയിരുന്ന സമയത്തും ഒരു മുൻ സൈനികൻ എന്നുള്ള നിലയിലും തീർച്ചയായിട്ടും നമുക്കൊരു വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ആൻഡ് എന്നെ സംബന്ധിച്ചോളം പേഴ്സണലി ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഈ എയർ സ്ട്രൈക്ക് ചെയ്ത ആളുകൾ, അതായത് ഈ ഫൈറ്റർ പൈലറ്റ്സ്, അവരവർ സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് അവർ പോകുന്നത്. അങ്ങനത്തെ ഫൈറ്റർ പൈലറ്റ്സിന് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു കൈകളാണ്. അതായത് എന്റെ കൂടെ പിന്നീട് നമ്മൾ ഒരുമിച്ച് വരികയും അവരായിരുന്നു പോയതെന്ന് അറിയുകയും അവരെ നമ്മൾ നമ്മൾക്കായിട്ട് ജൂനിയേഴ്സ് ആണെങ്കിൽ തന്നെയും അവരെ സല്യൂട്ട് കൊടുക്കേണ്ടുള്ള രീതിയിൽ, കാരണം അത്രമാത്രം റിസ്കി ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആയിരുന്നു. അതൊന്നൊരു ഈ സാധാരണക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരു രീതിയാണ്. സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് അവർ ഈ ശത്രു രാജ്യത്തിലേക്ക് പോയി ബോംബ് ചെയ്തിട്ട് തിരിച്ചു വരാണ്. അപ്പം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് വീണ്ടും എവിടാണ് തെളിവ്, ചെയ്തോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുന്നത് തീർച്ചയായിട്ടും വളരെ ദൗർഭാഗ്യകരമായിട്ട് മാത്രമല്ല, അത് നമ്മളെ ഒരു സൈന്യത്തിന് ഇനി എന്താ പറഞ്ഞ ഇനി ചെയ്യുന്ന ഓപ്പറേഷൻസിന്, ഫ്യൂച്ചർ ഓപ്പറേഷൻസിനൊക്കെ ഒരു സൈനികൻ ഇറങ്ങുമ്പം എനിക്ക് തെളിവും കൊടുക്കണം, എനിക്ക് ഈ തെളിവുമായിട്ടാണല്ലോ ഞാൻ വരണ്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും എന്റെ രാജ്യത്തിലുള്ള എല്ലാവരും അത് അംഗീകരിക്കുകയോ ഇല്ല എന്നുള്ളതൊക്കെ ആ ഒരു ചിന്ത മനസ്സിൽ വരുന്നത് നല്ലൊരു കാര്യമല്ല. തീർച്ചയായിട്ടും ആ ഒരു കാര്യമായി നമുക്ക് ആ ഒരു സൈനികൻ അല്ലെങ്കിൽ മുൻ സൈനികൻ എന്നുള്ള ഒരു രീതിയിൽ അതൊന്ന്. രണ്ടാമതായിട്ട് ഇതേ കഥ തന്നെയാണ് പാകിസ്ഥാൻ ഫസ്റ്റ് ഡേ തൊട്ട് പറയുന്നത്. അതായത് നമ്മൾ ചെന്ന് എയർ സ്ട്രൈക്ക് ചെയ്ത സമയത്ത് അവർ ആദ്യം തന്നെ അവർക്ക് ഫസ്റ്റ് പറ്റുന്നത് ഷോക്കായിരുന്നു. അതായത് അവർ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല നമ്മളിങ്ങനെ എയർഫോഴ്സ് ഉപയോഗിച്ച് ഒരു സ്ട്രൈക്ക് ചെയ്യും. അതും എയർഫോഴ്സ് ഉപയോഗിച്ച് സ്ട്രൈക്ക് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കശ്മീരിലല്ല. നമ്മൾ സ്ട്രൈക്ക് ചെയ്ത ഈ ബാലക്കോട്ട് എന്ന് പറഞ്ഞത് പാകിസ്ഥാന്റെ ഉള്ളിൽ ഒരു സ്ഥലമാണ്. അവിടെ പോയി എയർ സ്ട്രൈക്ക് ചെയ്യുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു. അവർ സർജിക്കൽ സ്ട്രൈക്ക് നടക്കും എന്നൊക്കെ ഉള്ളൊരു ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ പോയി ചെയ്യും എന്നുള്ള ഒരു ധാരണ അവർക്കില്ലായിരുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അടുത്ത അവർക്ക് അത് ചെയ്യാനുള്ള എന്താണ്, ആ നാണക്കേടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഇമീഡിയറ്റ്ലി അവർ പറഞ്ഞു ഇവിടെ ഒരു സ്ട്രൈക്ക് നടന്നിട്ടില്ല, ഇവിടെ ഒന്നും നടന്നില്ല, ഇവിടെ ഒരു കാഷ്വാലിറ്റീസ് ഒന്നും നടന്നില്ല എന്നൊരു കള്ളക്കഥ അവിടുന്ന് അവർ തുടങ്ങിയായിരുന്നു. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അൽ ജസീറ പോലുള്ള ചാനൽസിൽ അവരെങ്ങനെയാണ് ചെയ്തതെന്നുള്ളതിനെ കുറിച്ചൊരു ഡോക്യുമെന്ററി തന്നെ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് പുൽവാമ അറ്റാക്ക് നടന്ന് ബാലക്കോട്ടിൽ സ്ട്രൈക്ക് നടന്നു കഴിഞ്ഞപ്പോൾ സാധാരണക്കാരെ ട്വിറ്റേഴ്സിന്റെ ഹാൻഡിൽസ് ഉപയോഗിച്ചാണ് അവർ ആദ്യം തുടങ്ങിയത്. അത് ഇങ്ങനെ ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞത് ആ ട്വിറ്റർ ഹാൻഡിൽ വന്ന സ്റ്റോറിയാണ് നമ്മളെ ഇവിടെ ചില രാഷ്ട്രീയ നേതാക്കന്മാരും ചില മാധ്യമ പ്രവർത്തകരും എടുത്തിട്ട് അതിന് എവിടാണ് തെളിവ് അതായത് നമ്മൾ പാകിസ്ഥാൻ നറേറ്റീവിനെ അവരുടെ കാര്യം ഒരു വക്താവ് എന്നുള്ള നിലയിൽ നമ്മൾ പലരും ചെയ്യുന്നു എന്നുള്ള വളരെ നിരാശകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്താണ് പാകിസ്ഥാൻ ആവശ്യം ഉണ്ടായിരുന്നത്? അങ്ങനെ ഒരു സ്ട്രൈക്ക് നടന്നിട്ടില്ല. ആ സമയത്ത് അങ്ങനെ ഒരു സ്ട്രൈക്ക് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ സൈന്യത്തിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു പ്രതികരണമായിരിക്കും വന്നത്. കാരണം എങ്ങനെയാണ് ഇങ്ങനെ ഒരു എയർഫോഴ്സ് കൊണ്ട് നിങ്ങൾ സ്ട്രൈക്ക് ചെയ്തിട്ട് തിരിച്ചു പോയിട്ട് നിങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത്, അത് ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം. അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവർ ഈ ഒരു സ്റ്റോറി നറേറ്റീവ് വന്നത്. മൂന്നാമത്തെ കാര്യം, ഇതേ പാകിസ്ഥാൻ പാർലമെന്റിൽ തന്നെ പാകിസ്ഥാന്റെ തന്നെ ഒരു മന്ത്രിയും അല്ലെങ്കിൽ പാകിസ്ഥാന്റെ തന്നെ ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് പറഞ്ഞതാണ്, നമ്മളാണ് ഈ പുൽവാമ എയർ സ്ട്രൈക്ക് പുൽവാമയിൽ ചെയ്തത്, അതായത് ബോംബ് ബ്ലാസ്റ്റ് ചെയ്തത് നമ്മളാണ് എന്ന് അവർ സമ്മതിച്ചുള്ള കാര്യമാണ്. അതേ പാർലമെന്റിൽ തന്നെ
അവിടുത്തെ തന്നെ മെമ്പർ ഓഫ് പാർലമെന്റ് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു എയർ സ്ട്രൈക്ക് കഴിഞ്ഞ് നമ്മുടെ അഭിനന്ദനെ പിടിച്ച സമയത്ത് പാകിസ്ഥാൻ ആർമി ചീഫ് വേർത്ത് വെളറി എന്റെ മുമ്പിൽ വന്ന് നിന്ന്, ഇമ്രാൻഖാന്റെ മുമ്പിൽ വന്ന് നിന്ന് എങ്ങനെയെങ്കിലും ഖുദാക്കെ വാസ്തെ അവരെ വിടൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് പാകിസ്ഥാൻ പാർലമെന്റിൽ പാകിസ്ഥാന്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള മെമ്പർ ഓഫ് പാർലമെന്റ് ആണ് ഇത് പറഞ്ഞത്. അപ്പൊ പാകിസ്ഥാൻ തന്നെ സമ്മതിച്ച ഒരു കാര്യം നമ്മൾ വീണ്ടും വീണ്ടും രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഇങ്ങനെ ചോദിക്കുന്നത് അത് തീർച്ചയായിട്ടും നല്ലൊരു രീതിയല്ല.